സത്യശീല ഇവിടെ എന്തൊരു ആരും ഇല്ലേ? സത്യശീല ആരാണ്? നിങ്ങൾ ഈ കടക്ഷോഭത്തിന്റെ ദുരിതാശ്വാസത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു? അപേക്ഷ കൊടുത്തിരുന്ന അത് 2 കൊല്ലം മുമ്പ് കൊടുത്തായിരുന്നല്ല. എന്തൊരു ലോലിത, നീ മെനക്കെടുത്ത തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് തിരുവനന്തപുരത്തുനിന്ന്. ഈ 2 കൊല്ലം കഴിഞ്ഞത് കാലാവധി കഴിഞ്ഞില്ലേ, പിന്നെ ഇതെങ്ങനെ നമ്മൾ ദുരിതം കൊടുക്കും? സാറിന് ഞാൻ അല്ലാതെ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാരും കൊടുക്കുന്ന സമയത്ത് നമ്മളും കൊടുത്തായിരുന്നു സാറേ. ഇത് നല്ല ബലത്തിരിക്കാണ്, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണം എന്നാലേ കിട്ടുള്ളൂ. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതാണ്. സംസ്ഥാന ഓഫീസർ എങ്ങനെ വന്ന് പരിശോധിച്ചോണ്ടല്ല, ഇതിലൊന്നും കിട്ടുവൊന്നുമില്ല സാറേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ? ഞാനിതാ പ്ലാസ്റ്റിക്കിന്റെ ചാക്കെല്ലാം പൊളിച്ച് ജാലകം വലിച്ച് കെട്ടിയ നിൽക്കുകയാണ്. ഈ പ്ലാസ്റ്റിക്കാട് വലിച്ച് കെട്ടിയത് തന്നെ ആ കാലും പായത്. അങ്ങനെ പറഞ്ഞാൽ കുടുങ്ങല്ലോ സാറേ. പിന്നെ എങ്ങനെ പറയണം? ഇതിപ്പോ എത്ര രൂപയായി മൊത്തം? അത് കുറേ ആയി. കുറേ എന്ന് പറഞ്ഞാൽ കണക്കില്ലേ? സാറിനോട് കണക്ക് പറഞ്ഞോളല്ലേ, സാറ് ചൂടായിട്ട് ഇറങ്ങി പോകും. 13,000 രൂപ. എത്ര രൂപയ്ക്ക് അപേക്ഷിച്ചത്? 10. ഇരിക്കണം. 5,000 രൂപ കിട്ടിയാ കിട്ടി. അതെ, ഇത് സർക്കാർ 10,000 രൂപ തന്നിരുന്നാലും നിങ്ങൾ ഇത് കിളിക്കൂടുപോലെ ഉണ്ടാക്കി വെക്കും. 2 കാറ്റടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലോട്ട് പോകും. അവരൊക്കെ വെറും ചായക്ക് ഇട്ട് കുടിക്കും. അപ്പൊ അതാണ് നടക്കാൻ പോണത്. സാർ ഇപ്പൊ എന്തിനാണ് നീ എന്റെ അടുത്ത്? ഞാൻ പിന്നെ ഞാൻ എന്തരിയേ? നീ കളിക്കല്ലോ. എന്റെ മേളിൽ ഓഫീസർമാരുണ്ട്, ഞാൻ കൈവിട്ടൊന്നും ചെയ്യൂല. ഇത് ആ കലിമ്പാണ് കേട്ടോ, ഭയങ്കര പ്രശ്നമാണിത്. സാറ് ഓരോ കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് സാറ് വന്നത് ശരിയാണ്, പക്ഷെ സാർ ഇപ്പൊ ഇവരെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നു. നിങ്ങൾ വെറുതെ 2 ആളും കൂടെ ഇവിടെ വന്ന് ബോളം ഉണ്ടാക്കിയിട്ട് എന്താണ് സാറേ? നിങ്ങൾക്ക് പറഞ്ഞ അറിഞ്ഞോടാ എന്റെ ഒരു ദിവസത്തെ ജോലിയുടെ വില. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എന്റെ അഭിനയം എങ്ങനെയുണ്ട്? നീ വല്ല ഒപ്പിക്കാ പൊങ്ങി ഒപ്പിരും. ഞാൻ ചൂടനാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ചു സാറ് റിയൽ ആയിട്ട് പറയണേ. എനിക്ക് ഒരുപാട് സമയം ദേഷ്യം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. നീ ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, നീ ഇവിടെ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ അയച്ചു തരണം. എന്താണ് ഇവിടെ മനസ്സമാധാനത്തോടു കൂടി പറയും, അല്ലാണ്ടെങ്ങാണ് ഞങ്ങളുടെ ജോലിയിലെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അല്ല, എന്താണ് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ വല്ല ഏർപ്പാടുണ്ടോ? നിങ്ങളിപ്പോ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് നടത്തുകയാണെങ്കിൽ തന്നെ ഇവിടെ സുനാമി അടിക്കണം. സുനാമി അടിച്ചാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സുനാമി അടിച്ചാൽ തഹസീൽദാർ ഇവിടെ വന്നിട്ട് നോക്കും, അല്ലേ സാറേ? അങ്ങേര് വന്ന് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ അവിടെ സ്കൂളിലെങ്ങാനും മാറ്റി പാർപ്പിക്കും. അവിടെ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ കൊണ്ട് കിടത്തും. അത് മതിയാ? പാർപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് വീടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതിനൊക്കെ വേറെ വകുപ്പുകളുണ്ട്, അതൊന്നും ഞങ്ങളെ വകുപ്പല്ല. ഇത് പുതുക്കി പണിയാനായിട്ടൊന്നും ഇനി കിട്ടുകയല്ലോ സാറേ. ഇത് പുതുക്കി പണിയാൻ തരാനെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പോക്കറ്റിൽ നല്ല എടുത്തു തരണത്. കടൽക്ഷോഭത്തിൽപ്പെട്ട എല്ലാ വീടുകളും ഞാനും എന്നെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ വന്ന് സത്യസന്ധമായിട്ട് അന്വേഷിക്കും. എന്നിട്ട് മാർക്കിടും. മാർക്കിടാൻ എന്താ പരീക്ഷയാണ്? പണ്ട് സുനാമി അടിച്ചപ്പോഴേ സഹ്യപർവ്വത കുന്നിന്റെ മണ്ടേ താമസിക്കുന്നവർ വരെ സുനാമി കാർഡ് ഒപ്പിച്ചോണ്ട് വന്നു സർക്കാരിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കാൻ. കടലാണ് ആ കാണുന്നത്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് കാണിച്ചിട്ട് പിന്നെ സഹ്യപർവ്വതത്തിന്റെ കാര്യം ഇവിടെ കിടന്ന് പറയണത് എന്തിനാണ്? സർക്കാരിന്റെ കാശ് വെറുതെ കിട്ടണമെന്ന് പറഞ്ഞാൽ പല കള്ളത്തരം കാണിച്ച ആളുകൾ വരും. ഒരുപാട് താമസമൊന്നുമില്ല. പാസ്സാക്കട്ടെ. പിന്നെ സാർ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. എന്നാ പിന്നെ ഫോട്ടോ പിടിക്കും അങ്ങോട്ട്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയി നിൽക്കും. ഫോട്ടോ എടുക്കാനാണ്. നിങ്ങളവിടെ നിങ്ങളും കൂടെ വന്ന് നിന്നാലേ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റുമോ സർക്കാരിന്? നമ്മുടെ വീട് അവിടെ കേട്ടോ, അതും കൂടി എടുക്കണം കേട്ടോ. എല്ലാം ഒന്നാണ്. എല്ലാം കൂടെ എവിടെയാണ്? ഞാൻ ഇവിടെ നിൽക്കണം. അവിടെ എന്തരുത് അത് തുറന്നു നോക്കണ്ട. നിങ്ങളെന്തൊരു സിനിമയ്ക്ക് പോസ്റ്റ് ചെയ്യണം. എന്തൊരു വേണം? നിങ്ങൾ ചിരിക്കാതെ ചിരിക്കാതെ എങ്ങനെ നിങ്ങളെ നഷ്ടപരിഹാരം വാങ്ങിക്കാനാണ് അതിന് വിഷമത്തോടെ നിൽക്കി. ഇതൊക്കെ ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കണോ? എന്തൊരാളുകളാണ്. ഒരു കാര്യം നിങ്ങളവിടെ കുത്തിയിരുന്നാണ് കരഞ്ഞേക്കട. അപ്പൊ കിട്ടണ കാശ് കളയണം എന്തിനാണ്? കരഞ്ഞിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ആ കുത്തിയിരിക്കും. ഇങ്ങനെ താടിയിലും കൂടെ കൈ വെച്ചിരിക്കും. പതിയണേലോ വലുത ഇന്നത്തെ പോലെ ആവല്. നിങ്ങളും കൂടെ ഒന്ന് കിടന്നോ. ഞാൻ കൂടെ നിൽക്കണല്ലോ വലുത. ഒരു അല്ലാതെ എങ്ങനെയാണ് ഇരിക്കണത്? ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാശ് കിട്ടുക. കുഴപ്പമില്ല, ഇത് മതി. ഫോട്ടോ ഒക്കെ നല്ലതാണ്, കാശ് കിട്ടിയാ മതി.